ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ജയിച്ചതുകൊണ്ടോ ഒരു കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യമോ മറ്റോ അങ്ങനെ ഒന്നുമില്ല. രാഷ്ട്രീയ ഭരണമാറ്റം ഉണ്ടാകാനോ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാകാനോ പോകുന്നില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മാത്രമല്ല ഒരു കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് പുതുതായ നിയമസഭയിൽ വീണ്ടും 26 മെയ് മാസം ആകുമ്പോഴേക്കും ഏപ്രിലോ മെയിലോ ആകുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളിപ്പോൾ 2 UDFിൻ്റെയും LDFിൻ്റെയും പ്രതികളോട് നിങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിൽ നിന്നെല്ലാം മനസ്സിലാവും ഈ മത രാഷ്ട്രീയ കക്ഷികളെ അല്ലെങ്കിൽ മതവർഗീയ സംഘടനകളെ ഭീകരവാദ സംഘടനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും താലോലിച്ച് പാലൂട്ടി വളർത്തുന്ന ഒരു സാഹചര്യം, അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ BJP മാത്രമാണ് അവിടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ 9 വർഷക്കാലം ഈ സംസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അതൊക്കെ അദ്ദേഹം 2ാം പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്.